സൈഡാണോ ഞാൻ പറയേണ്ടത്? അടൂരല്ല, ഈ സൈഡ്. അടൂര് സുഖാണോ? ഇവിടെ കുറച്ച് സുഖം കൂടുതൽ, തിരുമേനിമാര് കൂടുതലുള്ള സ്ഥലമായതുകൊണ്ടാണോ? എന്നാൽ ഇവിടെ ഒരു പ്രാവശ്യം കൂടെ നിൽക്കട്ടെ. ഈ സൈഡ് സുഖാണോ? അടൂര് ഇവിടെ കടക്കി പിടിക്കും. എന്നാൽ എല്ലാവരോടും കൂടെ ഒരു പ്രാവശ്യം കൂടെ അടൂർ സുഖമാണോ? ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച്. ഇവിടെ വരാൻ കഴിഞ്ഞതിൽ സന്തോഷം. ഈ ഒരു സ്ഥലം എനിക്ക് വളരെ സുപരിചിതമായ ഒരു സ്ഥലമാണ്. ഞാൻ എപ്പോഴും വന്നു പോകുന്ന ഒരു സ്ഥലമാണ്. തിരുവനന്തപുരത്തിനടുത്ത്. ഓരോരുത്തരും എൻ്റെ വൈഫ് ഹൗസ് ഇവിടെ അടുത്താണ്, പത്തനംതിട്ട ഓമല്ലൂർ. അപ്പോൾ എപ്പോഴും ഇവിടെ വരാൻ എനിക്കിഷ്ടമാണ്. ഭാര്യ വീടായതുകൊണ്ടല്ല, പൊതുവെ നല്ല നാട്ടുകാരാണ് കേട്ടോ. അച്ഛന്മാരൊക്കെ ഒരേ ചിരി. എന്തോ ഒരാളൊരു കൗണ്ടർ അവിടെ വിട്ടിട്ടുണ്ട്, സാരമില്ല. മലങ്കര സുറിയാനി കാത്തലിക് ചർച്ചിന്റെ 95th വാർഷികം സഭാസംഗമം നടക്കുന്ന ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഈ ഒരു ആദ്യത്തെ ദിവസത്തിൽ എനിക്ക് ഇവിടെ വരാൻ കഴിഞ്ഞാൽ സന്തോഷം. ഇതിന് എന്നെ വിളിച്ചിട്ടുള്ള ബഹുമാനപ്പെട്ട തിരുമേനിമാരടക്കത്തിലെ സംഘാടകർ, ഇതിൻ്റെ അച്ഛന്മാരുടെ സ്പോൺസേഴ്സ്, എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടെ ഞാൻ എല്ലാവർക്കും നന്ദി പറയണു. പോരാത്തിന് പ്രോഗ്രാം ഈ മഴയത്താണെങ്കിൽ പോലും എല്ലാവരും ഈ സഭയുടെ ഒരു ഒരുമയാണെന്ന് തോന്നുന്നു. എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നത് ഭയങ്കര സംഭവമാണ് കേട്ടോ. ഈ കാലത്ത് ഇല്ലാത്തൊരു കാര്യമാണ്. ഈ സഭയ്ക്ക് ആദ്യമായിട്ട് ഞാൻ ആശംസകൾ. പത്തനംതിട്ട ബിഷപ്പ് ഡോക്ടർ സാമുവൽ മാർ ഇരിനിയോസ്, താങ്ക് യു തിരുമേനി. വാക്ക് മാറിപ്പോയി. ഇറേനിയോസ്, ഐറേനിയോസ്. ഓക്കെ, സോറി, എൻ്റെ വായിൽ വരാത്ത പേരാണ്. തിരുമേനിയോട് ക്ഷമിക്കണം. തിരുമേനി ഒരിക്കലും എന്നെ ചീത്ത പറയില്ല എന്നറിയാം. കാരണം റെക്സ് ബാൻഡിൻ്റെയും ജീസസ് യൂത്തിൻ്റെയും ഏറ്റവും വലിയൊരു സപ്പോർട്ടറാണ് തിരുമേനി. തിരുമേനിനെ നേരത്തെ കാണാൻ കഴിഞ്ഞതിൽ സന്തോഷം. അരിനസ് തിരുമേനി, നമസ്കാരം. Sweet
എത്ര എന്റെ ജീവിതം തരും. അടുത്ത നിങ്ങൾ 3 ദിവസം നിങ്ങളുടെ സഭ പോകുന്ന ഒരു അമേസിങ് മൂമെന്റിലേക്കാണ് 3 ദിവസം. ചിലപ്പോൾ നിങ്ങളൊക്കെ ബുദ്ധി വിട്ടതായിരിക്കാം. നാളത്തെ കുർബാനയിലെങ്കിലും പാടണം, ചെല്ലണം, അതെന്തായാലും എടുക്കണം, മുടക്കരുത്. നിങ്ങളൊന്ന് തീരുമാനിക്കും. നാളത്തെ കുർബാന ദൈവം നിങ്ങളെ കുറിച്ച് നമ്മളെ പഠിപ്പിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ദൈവത്തിനെ വിളിക്കുന്നത്. നമുക്ക് ഗുരുക്കന്മാരെ, നമുക്ക് മാതാപിതാക്കളെ നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്നതും അവരെ ഒരു പറയണം കേൾക്കുന്നതും. ഞങ്ങൾ കലാകാരന്മാരുടെ അടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാളെ ഒരു പ്രോഗ്രാം വരുമോ എന്നുള്ളൊരു ഘട്ടത്തിലാണ് നമ്മൾ പല കാര്യങ്ങളും ജീവിക്കുന്നത്. കാരണം നമുക്ക് സ്ഥിരമായിട്ടുള്ളൊരു വരുമാനമോ അങ്ങനത്തെ ഒരു സംഭവങ്ങളൊന്നും ഇല്ലാത്ത ഒരു ലോകത്തൊക്കെ ചെയ്യുന്നു. പക്ഷെ നമുക്ക് നാളെ നമുക്ക് അവസരങ്ങൾ വരും. പല കാര്യങ്ങളും ലോകത്ത് അങ്ങനെയുണ്ട്. നമുക്ക് ചിലപ്പോൾ അപ്രതീക്ഷിതമായിട്ട് നമുക്കൊരു അടി കിട്ടും. ബൈബിളിലെ യോബ് എന്ന് പറയുന്ന, ഞാൻ ഈ ദിവസങ്ങളൊക്കെ ജോബ് എന്ന് പറയുന്ന ഒരു അധ്യായമാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് നമ്മൾ ശരിക്കും നമ്മൾ മനസ്സ് തകർന്നു പോകും അദ്ദേഹത്തിൻ്റെ ആ ഒരു അവസ്ഥകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ. ദൈവം അദ്ദേഹത്തിനെ അവർ വിട്ടുകൊടുത്തു സാത്താന്. പക്ഷെ എന്തൊക്കെ വന്നാലും ദൈവത്തിൽ നിന്നും പിന്തിരിയില്ല. വളരെ അമേസിങ് ഒരു കറേജാണ് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത് ഞാൻ ആലോചിക്കുന്നത്. നമുക്കൊന്നും പല സമയത്തും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ദൈവത്തിനോട് പറഞ്ഞു നമ്മൾ അല്ലെങ്കിൽ തകർന്ന് തരിപ്പണമായി പോകും. അല്ലെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് നമുക്ക് ദൈവാനുഗ്രഹം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ പല കാര്യത്തിലും നമ്മൾ മറന്നു പോകും ദൈവത്തിന്. പിന്നെ ഒരു അടി കിട്ടുമ്പോഴാണ് നമ്മൾ തിരിച്ചും നോക്കുന്നത്. എൻ്റെ കരിയറിൽ ഞാൻ 13ാമത്തെ വയസ്സിലാണ് ഞാൻ തീരുമാനിക്കുന്നത് മ്യൂസീഷ്യൻ ആവണം. അന്ന് എൻ്റെ ഡാഡി വന്നിട്ടൊരു AC മെക്കാനിക്കാണ്. മ്യൂസിക്കായിട്ടൊരു പ്രൊഫഷണൽ യാതൊരു ബന്ധവുമില്ല. പക്ഷെ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്ത് കണ്ടിട്ട് ഡാഡിക്കൊരു ടെൻഷനായി. ഇവരെന്താവും പോരാത്തതിന് ഒരു മിഡിൽ ക്ലാസ് ഫാമിലി, നമ്മളെല്ലാവരും മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് വന്നവരെ. അപ്പോൾ അൺസർട്ടനിറ്റി എന്ന് പറയുന്ന സാധനമുണ്ട്. എന്തെങ്കിലും സംഭവിക്കുക ആയിപ്പോ ഒന്നും കിട്ടിയില്ലെങ്കിൽ എന്താവും എൻ്റെ സ്ഥിതി എന്നായിരിക്കുന്നു. പ്രീ ഡിഗ്രി
വളരെ വിജയകരമായി തോറ്റു. അപ്പോൾ 10ാം ക്ലാസ് എന്നുള്ളൊരു ബാനറിലാണ് പിന്നെ ഞാൻ മുന്നോട്ട് വരുന്നത്. പക്ഷേ എൻ്റെ മനസ്സിലൊരൊറ്റ കാര്യം ഉണ്ടായിരുന്നുള്ളൂ, ഒരു കലാകാരനായിട്ട് തന്നെ ജീവിക്കണം. അതിന് ദൈവം എങ്ങനെയെങ്കിലും ചെറിയ പ്രോഗ്രാം കിട്ടിയാലും മതി എന്ന് വിചാരിച്ചു. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഞാൻ ഇങ്ങനത്തെ സ്റ്റേജിൽ നിൽക്കുന്നു, ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കാരണം ഞാൻ വന്നിരിക്കുന്ന നാടെങ്ങനെയാണ്, എൻ്റെ ചുറ്റുപാടെങ്ങനെയാണ്. പക്ഷെ നമ്മൾ ഏതൊരു മൂലയിലും ഇരിക്കുകയാണെങ്കിൽ, ഏതൊരു കോർണറിൽ, ഏത് ചെറിയ വീട്ടിൽ, ചെറിയ മുറിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും, ഇഫ് യു ഹാവ് എ കോൾ യു വിൽ ഓൾവേസ് ബി ഇൻ ഫ്രണ്ട്. അത് എന്തോരം നിങ്ങളെ അത്ര പേര് നിങ്ങൾ അടിച്ചമർത്താൻ ശ്രമിച്ചാലും, നിങ്ങളുടെ കൂടെ നിൽക്കുന്നവരെ നിങ്ങളെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും ആ ശക്തി നിങ്ങളെ കൈപിടിച്ച് നിങ്ങളെ കൊണ്ടുപോകും. അത് ഉറപ്പാണ്. എനിക്കിങ്ങനെ ആവാൻ പറ്റുകയാണെങ്കിൽ എന്നെക്കാട്ടിലും അതിഭയങ്കരമായ ഒരു മോമെന്റിൽ കൂടെയും അവസരം കൂടെയും കടന്നു പോവുകയാണ് ഈ തലമുറയിലുള്ളവരും നിങ്ങളൊക്കെ. നമുക്ക് ക്ലേശകരമായ സംഭവങ്ങൾ ഉണ്ടെങ്കിൽ പോലും ദർ ഇസ് വൺ കൺസേൺ. ദൈവം നമുക്ക് വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ദൈവത്തിനെ വിളിച്ചാൽ മതി. നിങ്ങളെല്ലാ വേദനകളും അവൻ്റെ ഇട്ടുള്ളൂ എന്ന് പറഞ്ഞു. ഇതിന് കൂടുതൽ എന്തൊരു ഓപ്പർച്യൂണിറ്റി നമുക്ക് വേണ്ടത്. അപ്പോൾ ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്യുന്നതെന്ന് വെച്ചാൽ വി ഓൾ ഗോ ത്രൂ സിറ്റുവേഷൻസ്. അത് എത്ര പവർഫുൾ ആണെങ്കിലും, എത്ര ഗ്ലാമർ ഉള്ളവരാണെങ്കിലും, എത്ര ഭാരമായ പണം അല്ലെങ്കിൽ ശക്തി കയ്യിലുണ്ടെങ്കിൽ പോലും വി ഓൾ ഗോ ത്രൂ സിറ്റുവേഷൻ. നമുക്കൊക്കെ ഒരു സ്ഥിതിയിൽ വരികയാണെങ്കിൽ നമ്മൾ ദൈവത്തെ വിളിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അങ്ങനെയാണ് ദൈവം നമ്മളെ ബാക്കി വെച്ചിരിക്കുന്നത്. അത്ര സ്നേഹമാണ് നമുക്ക് തോന്നിയത്. ജീവൻ
ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും. Celebrate this church, celebrate the fellowship, celebrate with families and have a great time. God bless you all. എല്ലാവർക്കും എളുപ്പമാണ് പറയാൻ. ഹല്ലേലൂയ മുക്തി, ഹല്ലേലൂയ ശക്തി, ഹല്ലേലൂയ ശാന്തി. റെഡിയാണോ? ഹല്ലേലൂയ മുക്തി, ഹല്ലേലൂയ ശക്തി, ഹല്ലേലൂയ ശാന്തി,